കഴിഞ്ഞ 25 വർഷമായി, അതായത് 2001 മുതൽ പത്തനാപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന കെ ബി ഗണേഷ് കുമാറിന് ഇത്തവണ അടിതെറ്റുമോ? പത്തനാപുരം മണ്ഡലം ബാലികേറ മലയാകുമോ? ഇതാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ചിന്തിക്കുന്നത്. അടിതെറ്റിയാൽ ആനയും വീഴുമെന്ന പഴമക്കാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആന മുതലാളിയും അടിതെറ്റി വീഴുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. നീണ്ട 25 വർഷം മുൻപുള്ള പത്തനാപുരമല്ല ഇന്നത്തെ പത്തനാപുരം. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ വികസനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിലാണെന്ന് പറയാൻ പറ്റില്ല. ചില റോഡുകളും പാലങ്ങളും ഒക്കെ മേമ്പുടിക്ക് പുതുക്കി പണിതിട്ടുണ്ട്. എങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പിന്നോട്ട് തന്നെയാണ് പത്തനാപുരം. നീണ്ട 25 കൊല്ലം, അതായത് കാൽനൂറ്റാണ്ട് പത്തനാപുരത്തെ നയിച്ച കെ ബി ഗണേഷ് കുമാറിന് ഇനിയെങ്കിലും ഒരു വിശ്രമം കൊടുക്കണേ എന്നാണ് കൂടെയുള്ള വാളകത്തുകാർ പോലും തൊഴുതുകൊണ്ട് പറയുന്നത്. കാരണം വിവിധ മുന്നണികൾ മാറി മാറിയാണ്, അതായത് ഇടതും വലതും മാറി മാറി പരീക്ഷിച്ച് വിജയിച്ച ഗണേഷ് കുമാർ ഇനിയും ഒരു വിശ്രമം കൊടുത്തില്ലെങ്കിൽ തളർന്നു പോകും. ആരോഗ്യം പോലും നോക്കാതെയാണ് പാവം മണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കുന്നത്. തുടക്കം UDF-ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇടതുമുന്നണിയിലാണ്. കൊല്ലം ജില്ലയിലെ കിഴക്കൻ മലനിരകളോട് ചേർന്ന് കിടക്കുന്ന ഈ മണ്ഡലത്തിന് സാമൂഹ്യ രാഷ്ട്രീയമായി ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. വനമേഖല, കുന്നിൻ പ്രദേശം, കർഷക സമൂഹം, റബ്ബർ കൃഷി എന്നിവയൊക്കെ ഈ നാടിന്റെ മണ്ഡലത്തിന്റെ അടിസ്ഥാനമാണ്. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾക്ക് പണ്ട് മുതൽക്കേ തന്നെ ശക്തമായ സ്വാധീനമുണ്ടായ പ്രദേശമാണ് പത്തനാപുരം. 1957 ആദ്യ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ പത്തനാപുരം ഒരു നിയമസഭാ മണ്ഡലമായി നിലവിലുണ്ട്. പക്ഷേ നീണ്ട 25 കൊല്ലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കെ ബി ഗണേഷ് കുമാറാണ്. മറ്റാർക്കും ഈ ബഹുമതി അവകാശപ്പെടാനില്ല. CPI ദേശീയ നേതാവായ പ്രകാശ് ബാബുവിനെയാണ് ആദ്യമായി ഗണേഷ് കുമാർ തോൽപ്പിക്കുന്നത്. ആ ഒരു ബഹുമതിയും ഗണേഷ് കുമാറിന് സ്വന്തം. പിന്നെ വികസനത്തിന്റെ കാര്യത്തിൽ നമ്മൾ രേഖകൾ പരിശോധിച്ചാൽ കിട്ടുന്നത് റോഡ് ഗതാഗത വികസനത്തിലാണ് ഗണേഷ് കുമാറിന്റെ പേര് തങ്കലിപികളിൽ എഴുതി ചേർത്തിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒന്നായ കുടിവെള്ള പദ്ധതി പോലും അവതാളത്തിലാണ്. എന്നാൽ ചോദിക്കും, പിന്നെ എങ്ങനെ അദ്ദേഹം വീണ്ടും വീണ്ടും അവിടെ വിജയിക്കുന്നുവെന്ന്. അതങ്ങനെ പത്തനാപുരത്തുകാർക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അവർ പിന്നെ കൈവിടില്ല. അതുകൊണ്ടല്ലേ മുന്നണി മാറിയിട്ടും വോട്ടർമാരുടെ വ്യക്തിഗത പിന്തുണ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. വ്യക്തി ജീവിതവും രാഷ്ട്രീയ നിലപാടുകളിലും വിവാദങ്ങൾ ഒട്ടേറെ നേരിട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും വിജയത്തെ ബാധിച്ചിട്ടില്ല. വോട്ടർമാരുമായുള്ള നേരിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ ശക്തനാക്കുന്നത്. അതായത് ഇവിടെ ഒരു പാർട്ടിയേക്കാൾ സ്ഥാനാർത്ഥിയാണ് നിർണായകം. ഇടതുപക്ഷ ചിന്ത പ്ലസ് ഗണേഷ് കുമാർ എന്ന കൂട്ടുകെട്ടും വിജയസൂത്രവാക്യമായി. വ്യക്തിനിഷ്ഠ രാഷ്ട്രീയത്തിന്റെ ശക്തമായ ഉദാഹരണം. എന്നാൽ ഇതൊക്കെ ഒരു കടങ്കഥയായി അല്ലെങ്കിൽ ഒരു പഴങ്കഥയായി മാറുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ വെല്ലുവിളി നേരിടേണ്ടി വരും. അതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ കണ്ടത്. UDF വൻ വിജയം നേടിയതിനാൽ ഗണേഷ് കുമാറിന്റെ വിജയ സാധ്യതകൾ അനിശ്ചിതത്വത്തിലാണ്. വാളകത്ത് സ്വന്തം കുടുംബ വീട് നിൽക്കുന്ന വാർഡ് പോലും ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. സ്വന്തം പാർട്ടിക്കാരൻ 3-ാം സ്ഥാനത്ത് പോയി. വളരെ ദയനീയം. ഇത് സൂചിപ്പിക്കുന്നത് ഗണേഷ് കുമാറിന്റെ സ്വന്തം മണ്ഡലത്തിൽ മാത്രമല്ല, സ്വന്തം നാട്ടിലും സ്വന്തം വാർഡിലും ജനസ്വാധീനം കുറഞ്ഞു എന്നല്ലേ. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് 14 വാർഡുകളുണ്ട്. അതിൽ 10 എണ്ണം UDF നേടി, LDF 4. ആ 4 സീറ്റുകളിലേക്ക് ഒതുങ്ങി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് 20 വാർഡുകളിൽ UDF 10 സീറ്റുകൾ നേടി, LDF 7 സീറ്റുകൾ മാത്രം. മറ്റു പാർട്ടികൾ 3 സീറ്റുകൾ നേടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം UDF മുന്നേറ്റമാണ് മൊത്തത്തിൽ കണ്ടത്. ഇടതുമുന്നണിക്ക് തിരിച്ചടി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലത്തെ തീർച്ചയായും ബാധിക്കും. പലപ്പോഴും തദ്ദേശ തലത്തിലുള്ള രാഷ്ട്രീയവും സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയവും വ്യത്യസ്തമായി കാണാമെങ്കിലും ഇവിടെ അതിനുള്ള സാധ്യതകൾ തുച്ഛമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ ജനപ്രീതി മണ്ഡലത്തിലേറെ സ്വാധീനമുള്ളതായിരുന്നു. അതിനാൽ UDF മുന്നേറ്റം ഉണ്ടായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശക്തി നിർണായകമായേക്കാമെന്നാണ് ഇടതു പ്രവർത്തകരും നേതാക്കളും കരുതുന്നത്. അങ്ങനെയാണ് അവർ സ്വപ്നം കണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ UDF തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം നേടിയെങ്കിലും അത്ര ഈസിയായി കെ ബി ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ സ്വാധീനം കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അന്തിമ ഫലം പ്രവചനാതീതമാകും. UDF പണിയെടുത്താൽ ഫലം കിട്ടും, ഉറപ്പാണ്. പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം, പട്ടാഴി വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കുടി എന്നീ പഞ്ചായത്തുകളും
കൊട്ടാരക്കര താലൂക്കിലെ മേലില, വെട്ടിക്കവല എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. ഇവിടെയെല്ലാം UDF മുൻതൂക്കമാണ് കാണിക്കുന്നത്. ഈ വിജയത്തിൽ ആഹ്ലാദിച്ച് മതിമറന്നു നിൽക്കരുത്. പ്രയത്നിച്ചാൽ ഉറപ്പായും നേടാം.